ജീവിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഇതറിയില്ല. ഇതറിയണമെങ്കിൽ ഈ കാലുഷ്യങ്ങളുള്ള നാടുകളിലൂടെ ഒന്ന് യാത്ര ചെയ്ത് പോകും. അടുത്ത് സുഡാനിലും അതോടൊപ്പം തന്നെ യമനിലും ഒക്കെ യാത്ര ചെയ്തപ്പോഴാണ് മണിക്കൂറുകൾ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമ്മൾ ആലോചിക്കും. കാരണം ഇന്റർനെറ്റ് ഇല്ല, സംവിധാനങ്ങളില്ല, വെടിയൊച്ചകൾ. ഇതിന്റെ ഇടയിൽ എങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് ദുബൈയിൽ എത്തിയാൽ മതി എന്ന് തോന്നും. അപ്പൊ ഈ കാലുഷ്യങ്ങളുടെ നഗരങ്ങളിൽ നിന്നൊക്കെ ഈ മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എന്തിന് യു എയിൽ വന്ന് കയറുന്നു. 200ഓളം രാജ്യങ്ങളിലെ മനുഷ്യരിവിടെ അധിവസിക്കുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതും പലപ്പോഴും ആശങ്കപ്പെടുന്നതും ഒരു അന്യനെ അല്ലെങ്കിൽ ഒരു അപരനെ ഉൾക്കൊള്ളാൻ നമ്മളൊക്കെ എത്ര കണ്ട് വളർന്നിട്ടുണ്ടെന്നുണ്ട്. ഇപ്പോഴും ഒരു അണ്ണാച്ചി എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ എല്ലാ മുഖ്യവും പരിഹാസ്യതയും അവര പിന്നെ ജനതയോടുള്ള വിദ്വേഷമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെയാണ് അണ്ണാച്ചി എന്ന പ്രയോഗം. പച്ച എന്ന് നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ആ പച്ചയിൽ നമ്മൾക്ക് ഒരു ജനതയ്ക്ക് കൽപ്പിച്ചു കൊടുക്കാവുന്ന എല്ലാ പുച്ഛവും എല്ലാ അവഗണനയും അവജ്ഞയുമുണ്ട്. ആ മനുഷ്യർ എന്ത് പിഴച്ചു എന്ന ചോദ്യത്തിന് ഒരേ രാജ്യത്തിന്റെ ഒരു അതിര് പങ്കിട്ട മറ്റൊരു ജനതയോട് നമ്മൾ ഈ അർത്ഥത്തിൽ ഒരു പിന്നെ വിവേചനം പുലർത്തുന്ന അതേ നമ്മൾ തന്നെയാണ് യു എയുടെ സൈഫുദ്ദയെ കുറിച്ചും വേദികളിൽ പ്രസംഗിക്കുന്നത്. സൗണ്ട് അപ്പൊ നമ്മള് കുറച്ചുകൂടി നമ്മൾ പുനരാലോചന നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം നമ്മളെ തന്നെ നമ്മൾ ഒന്നുകൂടി മാറ്റി പണിയേണ്ടതുണ്ട്. ഈ നഗരം ഈ നാടൊക്കെ ഓരോ ദിവസവും നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണ്, മറ്റുള്ളവനെ ചേർത്ത് പിടിക്കുക. ഇപ്പൊ ഏതാണ്ട് 650-700 ദൃഹത്തിന് ഇവിടെ ജോലി ചെയ്യുന്ന മനുഷ്യരുണ്ട്. നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന മില്യൺ ദൃഹത്തിന്റെ വ്യാപാരം നടത്തുന്നവരുണ്ട്. അവരൊക്കെ സഞ്ചരിക്കുന്നത് ഇതേ പാതയിലൂടെയാണ്. അവരൊക്കെ സഞ്ചരിക്കുന്നതും ഏറെക്കുറെ പിന്നെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിലും വാഹനങ്ങളുടെ ഘടനയിലും ഒക്കെ മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെയും അപ്പം ഇത് തടയക്കിടയിലുള്ളവനും മറ്റൊക്കെ ഇത് ഏതാണ്ട് പിന്നെ അടുപ്പമാക്കി മാറ്റുന്നു എന്നതൊക്കെ ഈ നാടിന്റെ ഈ ജനതയുടെ നമ്മൾ ആലോചിച്ച് നോക്കി. ഇവിടുത്തെ ജനസംഖ്യയും പുറത്തുള്ള ആളുകളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോ എത്ര ബാഹുല്യണ്ട് അപ്പുറത്ത്. എന്നിട്ടൊരു ആശങ്കയോ ഏതെങ്കിലും അർത്ഥത്തിൽ ആ ജനത നമ്മളുടെ പിന്നെ പിടിച്ചടക്കുമോ എന്നുള്ളൊരു തോന്നൽ പോലും ഈ ജനതക്കുണ്ടോ? അപ്പൊ കുറെ കൂടി നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മളെ പക്ഷേ ഫേസ്ബുക്കും മറ്റുള്ള സാമൂഹ്യ മാധ്യമമൊക്കെ നോക്കുമ്പോ ഇത്രയും വൃത്തികേടാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചിന്തയാണ്. അതും എഡ്യൂക്കേറ്റഡ് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ എത്ര വിഭാഗീയത നിറയ്ക്കാൻ പറ്റുന്ന നോക്കുന്നത്. ഇപ്പൊ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇത്രയും സുരക്ഷിതമായിട്ട് നമ്മളിവിടെ